എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇർഫാന ഇസത്ത്. ലീഡ് അക്കാദമിയുടെ 2024-2025 ഓൺലൈൻ ബാച്ചിലർ സ്റ്റുഡൻ്റാണ് ഞാൻ. 2025 മിക്ക ലോ എൻട്രൻസ് എക്സാമും നല്ല റാങ്കോടുകൂടി തന്നെ എനിക്ക് ക്രാക്ക് ചെയ്യാനും സാധിച്ചു. അതിന് ഞാൻ ആദ്യമായി സർവ്വലോക സൃഷ്ടാവിന് സ്തുതി പറയുന്നു. പിന്നീട് എൻ്റെ ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ സ്റ്റാർട്ട് ടു ദി എൻഡ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ലീഡ് അക്കാദമി, അവരോടും ഞാൻ എൻ്റെ നന്ദി പറയുന്നു. എൻ്റെ പ്രിപ്പറേഷൻ ജേർണി 1 ഇയർ ലോങ് ആയിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഞാൻ ഈ പ്രിപ്പറേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ലീഡ് അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ലീഡ് അക്കാദമിയുടെ ഓൺലൈൻ ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അവിടെ മുതൽ ഇവിടം വരെ ലീഡ് അക്കാദമി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ കാര്യത്തിനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചു തുടങ്ങിയപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. ആദ്യത്തെ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ, ഇത് എഫക്റ്റീവ് ആവുമോ, ഓൺലൈൻ ക്ലാസ് ആണ്, ഇത് എഫക്റ്റീവ് ആവുമോ, എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, സെൽഫ് ഡൗട്ട് പ്ലസ് ഈ ഓൺലൈൻ ക്ലാസ്സിനോടുള്ളൊരു ഡൗട്ട്, അതായിരുന്നു എൻ്റെ മനസ്സിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ. പക്ഷേ ക്ലാസ് തുടങ്ങിയപ്പോൾ മെല്ലെ മെല്ലെ ആ ഒരു ഡൗട്ടെല്ലാം ക്ലിയറായി. ആ ഡൗട്ടൊന്നും ഇല്ലാതെയായി, അതാണ് സത്യം. കാരണം അത്രയും എഫക്റ്റീവ് ആയിരുന്നു ക്ലാസ്സൊക്കെ ഇർഫാൻ സാറിൻ്റെ ആണെങ്കിലും ഇസാഖ് സാറിൻ്റെ ആണെങ്കിലും കാവ്യ മിസ്സിൻ്റെ ആണെങ്കിലും ഗിൽ സാറിൻ്റെ ആണെങ്കിലും എല്ലാം അടിപൊളി ക്ലാസ്സുകളായിരുന്നു. എല്ലാം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ അപ്പം തന്നെ 24/7 ആ ടീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഡൗട്ട് ചോദിക്കുമ്പോൾ തന്നെ അവർ നമുക്ക് ആൻസർ ചെയ്ത് തരും. അപ്പോൾ നമുക്ക് പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ആ ഡൗട്ട് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഓഫ്ലൈൻ മാതിരി ഒരു ഫീലൊക്കെ തോന്നും. കാരണം ടീച്ചേഴ്സ് ഇത്ര ഇൻട്രാക്ഷനാണ്. കാരണം നമ്മുടെ അടുത്ത് ഓരോ ദിവസവും മെസ്സേജ് ഇട്ട്, അതായത് മിക്ക ദിവസവും നമുക്ക് മെസ്സേജ് വരും. ഹൗസ് യുവർ പ്രിപ്പറേഷൻ, എങ്ങനെ പോകുന്നു പ്രിപ്പറേഷനൊക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ, ഡൗട്ടുള്ളതൊക്കെ ചോദിച്ചോ, മോക്കൊക്കെ എടുത്തോ. നമുക്ക് ഓരോ ടോപ്പിക്ക് കഴിയുമ്പോൾ, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ജുഡീഷ്യറി മാത്രം എടുത്തു കഴിഞ്ഞു, അപ്പോൾ അതിൻ്റെ സെക്ഷണൽ മോക്സ് ഉണ്ടാകും നമുക്ക്. അപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മൾ എന്തോരം മനസ്സിലാക്കിയിട്ടുണ്ട് ആ ക്ലാസ്സിൽ നിന്ന്, നമ്മൾ എന്തോരം നമ്മുടെ ഉള്ളിലോട്ട് അതിനെ ആ ഒരു സാധനം നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ആ ഒരു മോക്ക് എടുക്കുമ്പോൾ മനസ്സിലാവും. ഓരോ മോക്കും മൾട്ടിപ്പിൾ തവണ ഞാൻ എടുത്തിരുന്നു. ഓരോ സെക്ഷണൽ മോക്ക് ആയിക്കോട്ടെ, ഫുൾ മോക്ക് ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് PDF അവൈലബിൾ ആണ്. അല്ലാതെ നമുക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് ഒറിജിനൽ മോക്ക് ടെസ്റ്റ് ആയിട്ട് എടുക്കാനും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ ആ മോക്കൊക്കെ എടുത്തിരുന്നു. ആ മോക്കിൻ്റെയൊക്കെ ശരിക്കും യൂസ് ഞാൻ ആ എൻട്രൻസ് എക്സാം ഹാളിൽ ഇരുന്നിട്ടാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവർ ലീഡ് അക്കാദമി ഒരു ഗൈഡും ക്വസ്റ്റ്യൻ ബാങ്കും പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് ശരിക്കും വർക്കൗട്ട് ചെയ്തോളാൻ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ക്വസ്റ്റ്യൻ ബാങ്ക് ഫുള്ള് വർക്കൗട്ട് ചെയ്തു. അതുപോലെ മോക്കൊക്കെ എടുത്ത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ബാങ്കൊക്കെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ നമ്മൾ ഈ മോക്കിലും ക്വസ്റ്റ്യൻ ബാങ്കിലൊക്കെ കണ്ട ക്വസ്റ്റ്യൻസൊക്കെ കാണും. അവിടെ ഇവിടെ എല്ലാ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ വരുന്നല്ല, പക്ഷേ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് എനിക്ക് കുസാറ്റിലൊക്കെ ഓർമ്മയുണ്ട്. കുസാറ്റിൽ മാത്സൊക്കെ അതുപോലെ തന്നെ വന്നിരുന്നു. കുസാറ്റിലായിക്കോട്ടെ AMUവിൽ വന്നിരുന്നു. അപ്പോൾ ഇതിലെല്ലാത്തിലും അതേപോലെ ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ നമുക്ക് ആ എൻട്രൻസ് എക്സാം ഹാളിലിരുന്ന് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അത് ആ എക്സാം ഹാളിലിരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ. ഇത് ഞാൻ പഠിച്ചതാണല്ലോ, അല്ലെങ്കിൽ എന്നെ ഇത് സാറ് പഠിപ്പിച്ചതാണല്ലോ, നമ്മൾ ഈ മോക്കിൽ കണ്ട ക്വസ്റ്റ്യൻ അല്ലേ, ഇത് ഞാൻ വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഉള്ളിൽ തോന്നുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം, പിന്നെ പ്ലസ് ആ ഒരു മാർക്ക് ആഡ് ചെയ്തിരുന്നത്, കാരണം നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചതാണ്, നമുക്കിതിന് നമ്മളെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചതാണ്, എൻ്റെ ഈ ആൻസർ ഒരിക്കലും തെറ്റില്ല എന്നുള്ളൊരു കുറേ ക്വസ്റ്റ്യൻസും കുറേ ആൻസേഴ്സൊക്കെ ഉണ്ടാവും അതിൽ. നമുക്ക് ആ മാർക്ക് അഷ്വേർഡാണ്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു കോൺഫിഡൻസ് ആണ്. ആ എക്സാം ഹാളിലിരുന്ന് ഈ ക്വസ്റ്റ്യൻസൊക്കെ കാണുമ്പോൾ കോൺഫിഡൻസ് അങ്ങ് ബൂസ്റ്റ് ആവും നമ്മുടെ. പിന്നെ നമ്മുടെ മൈൻഡ് സെറ്റൊക്കെ ഫ്രഷ് മൈൻഡ് സെറ്റായിരിക്കും നമുക്ക് ഈ എക്സാം എഴുതാം. ഓക്കെ, എനിക്ക് ഇത്രയൊക്കെ അറിയാം, ഞാനിതൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു കോൺഫിഡൻസ് ബൂസ്റ്ററാണത്. പിന്നെ ഞാൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് മോക്ക് എടുക്കുക, മെറ്റീരിയൽസ് നോക്കുക. ലീഡിൻ്റെ മെറ്റീരിയൽസാണ് ഞാൻ സ്റ്റാർട്ട് ടു ദി എൻഡ് യൂസ് ചെയ്തിരുന്നത്. കാരണം ലീഡിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യത്തിലേറെ മെറ്റീരിയൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്സിലായിക്കോട്ടെ, ഇംഗ്ലീഷിലായിക്കോട്ടെ, ലോയിലും GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു, മന്ത്ലി കറണ്ട് അഫയേഴ്സ് പ്രൊവൈഡ് ചെയ്തിരുന്നു, ക്യാപ്സ്യൂൾ വേണമെങ്കിൽ ക്യാപ്സ്യൂൾ കറണ്ട് അഫയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കറണ്ട് അഫയേഴ്സിൻ്റെ പല PDFs നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. വീക്ക്ലി വേണ്ടവർക്ക് അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകാനും, മന്ത്ലി വേണ്ടവർ വീക്ക്ലി ക്ലാസ്സസ് ഉണ്ടാവും, കറണ്ട് അഫയേഴ്സിൻ്റെ വീക്ക്ലി ക്ലാസ്സസ് ഉണ്ടാകും. പിന്നെ GK ആണെങ്കിലും ഓരോ ടോപ്പിക്കും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് പഠിപ്പിച്ച് നമുക്ക് തരുന്ന പോലത്തെ ക്ലാസ്സുകളുണ്ടായിരുന്നു. പിന്നെ ലോ ആയിക്കോട്ടെ, ലോ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സും ക്ലാസ്സും എല്ലാം പ്രൊവൈഡ് ചെയ്തിരുന്നു. പിന്നെ ഇംഗ്ലീഷും മാത്സും അത് നമ്മൾ എന്താ പറയുക, ലോയിൽ 4 സബ്ജക്റ്റിൽ അത്യാവശ്യത്തിലേറെ ഇമ്പോർട്ടൻസ് നമ്മൾ ലോയിന് കൊടുക്കും. GKക്കും കറണ്ട് അഫയേഴ്സിനും നമ്മൾ അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കും. പക്ഷേ ഇംഗ്ലീഷും മാത്സും എല്ലാവരും സ്കിപ്പ് ചെയ്യും. അത് ലീഡ് അക്കാദമിയിൽ നിന്ന് ഫാക്കൽറ്റീസ് ഇർഫാൻ സാറും ഇസാഖ് സാറൊക്കെ ആദ്യമേ പറഞ്ഞിരുന്നു, ഇംഗ്ലീഷും മാത്സും എല്ലാ വർഷവും പിള്ളേർ ലൈറ്റായിട്ട് എടുക്കുന്ന സബ്ജക്റ്റാണ്.
അത് നിങ്ങൾ ലൈറ്റായിട്ട് എടുക്കരുത്. ആ തെറ്റ് നിങ്ങൾ തിരുത്തണം. അത് നിങ്ങൾ ചെയ്യരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അതേപാട് തന്നെ ഉൾക്കൊണ്ടു. അതിൽ ഞാൻ ഹാപ്പിയാണ്. അത് ഞാൻ എന്താ പറയുക, ഇംഗ്ലീഷും മാത്സും തുടക്കത്തിലേ നോക്കി. ഇല്ലെങ്കിൽ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ ഓടേണ്ടി വന്നേനെ. എല്ലാത്തിനും കൂടി ഭയങ്കര റഷായിരിക്കും. നമ്മൾ ആ ഒരു PYQ, മോക്ക്, ഫുൾ മോക്സ് എടുക്കൽ എല്ലാം കൂടി മൊത്തം റിവിഷൻ എല്ലാം കൂടി റഷായിരുന്നു ആ ഒരു ലാസ്റ്റ് മിനിറ്റിൽ. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ഈ ഇംഗ്ലീഷ് മാത്സ് എല്ലാം മാസ്റ്റർ ചെയ്യാന്ന് പറയുന്നത്, ഇംഗ്ലീഷൊന്നും മാസ്റ്റർ ചെയ്യാന്ന് പറയുന്നത് നടക്കുന്ന കേസല്ല. അപ്പോൾ നമ്മൾ ആദ്യമേ തൊട്ട് വർക്ക് ഷീറ്റ് പ്രൊവൈഡ് ചെയ്തിരുന്നു. വർക്ക് ഷീറ്റ് ഓരോന്നിനും ഓരോ വർക്ക് ഷീറ്റ് പ്രൊവൈഡ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇംഗ്ലീഷിലായിക്കോട്ടെ, ഇംഗ്ലീഷിൽ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സിനോണിംസ്, ആൻറ്റണിംസ്, ഇതിനെല്ലാത്തിനും ഒരു 200-500 ക്വസ്റ്റ്യൻസ് ഒക്കെ അടങ്ങുന്ന ഓരോ PDF ആയിട്ടുള്ള വർക്ക് ഷീറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. ഇതെല്ലാം ഒറ്റയടിക്ക് നമ്മുടെ അടുത്ത് ചെയ്ത് തീർക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രഷർ അല്ല തരുന്നത്. നമ്മുടെ അടുത്ത് നമ്മുടെ സമയമെടുത്ത് അതെല്ലാം വർക്കൗട്ട് ചെയ്ത് പഠിക്കാനുള്ള, നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള രീതിയിലായിരുന്നു ലീഡ് അക്കാദമി വർക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നത്. പിന്നെ എനിക്കങ്ങനെ ഒരു ഷെഡ്യൂൾഡ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്ന രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്ന ടോപ്പിക് എടുക്കും, ഇന്നൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലെജിസ്ലേച്ചർ, ആ ഒരു ജുഡീഷ്യറി, അങ്ങനെ 2 ടോപ്പിക് അല്ലെങ്കിൽ 3 ടോപ്പിക്ക് എത്രയാണോ ആ ഒരു ദിവസം എനിക്ക് പഠിക്കാൻ വരുന്ന ടോപ്പിക്സ്, അത്രയും ടോപ്പിക്സ് എടുത്ത് അത് അന്നത്തെ ദിവസം തീർക്കും. അതായിരുന്നു എൻ്റെ സ്ട്രാറ്റജി. അല്ലാതെ 8 മണിക്കൂർ ഞാൻ പഠിക്കും, 7 മണിക്കൂർ അങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുന്ന ഒരു ടൈപ്പ് അല്ലായിരുന്നു ഞാൻ. അപ്പോൾ ഇന്ന ടോപ്പിക് എടുക്കും, ഈ ടോപ്പിക്ക് ഞാൻ ഇന്നത്തെ കൊണ്ട് തീർക്കും, നാളെ ഇത്രയും ടോപ്പിക്ക് തീർക്കും, ഇംഗ്ലീഷിൽ ഇത്രയും വേർഡ്സ് ഇന്ന് പഠിക്കും, മറ്റന്നാൾ ഇത്രയും വേർഡ്സ് പഠിക്കും. ആ ഒരു രീതിയിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ മോക്ക്, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ജുഡീഷ്യറി പഠിച്ചു കഴിഞ്ഞു, ലെജിസ്ലേച്ചർ പഠിച്ചു കഴിഞ്ഞു, ഞാൻ ആ ഒരു മോക്ക് അന്ന് തന്നെ എടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം തന്നെ എടുക്കും. PDF ആയിട്ടോ അല്ലെങ്കിൽ മറ്റേ മോക്കായിട്ടോ എടുക്കുമായിരുന്നു. മൾട്ടിപ്പിൾ ടൈംസ് എന്തായാലും മോക്ക് ചെയ്ത് പ്രാക്ടീസ് ആയിട്ടുണ്ടായിരുന്നു. മോക്കിൽ ഇവർ മെറ്റീരിയൽസിൽ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് അല്ല, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് മോക്സിൽ നിന്ന് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മുടെ തെറ്റൊക്കെ എവിടെയാണോ മനസ്സിലാക്കിയിട്ട് ആ എക്സ്ട്രാ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യും, നമ്മളൊരു മോക്ക് ചെയ്യുന്നു, അതിൻ്റെ ആ നെഗറ്റീവ്സ് വരുത്തിയിട്ടുണ്ടാവും. ഞാനൊക്കെ നെഗറ്റീവ്സ് കുറേ വരുത്തുന്ന ഒരാളായിരുന്നു. അപ്പോൾ നെഗറ്റീവ്സ് നമ്മൾ വരുത്തിയത് എവിടെയായിരുന്നു, നെഗറ്റീവ്സ് നമുക്ക് എവിടെയാണ് നമ്മൾ ഇപ്പോൾ ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ് നമ്മൾ നെഗറ്റീവ്സ് വരുത്തിയെങ്കിൽ ഓക്കെ, ഞാൻ അതിൽ വർക്ക് ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലാവും. പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആഡപ്പ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ക്ലാസ്സിൽ മെറ്റീരിയൽസിൽ ഇല്ലാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഇതിൽ ആഡപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻസും പഠിച്ച്, ആ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമുക്ക് വായിച്ചിട്ട് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മുടെ എറർ ലോഗ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബുക്കിൽ നമ്മൾ എഴുതി വെക്കുക, എന്നിട്ട് അത് ഇരുന്ന് റിവൈസ് ചെയ്യുക. അതൊക്കെയായിരുന്നു മോക്കും സ്റ്റഡി മെറ്റീരിയലായിട്ടുള്ളൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പിന്നെ എൻട്രൻസ് എക്സാം എടുത്തപ്പോഴത്തേനും ഫുൾ മോക്ക് തരാൻ തുടങ്ങി. അതിപ്പോൾ ക്ലീ ആയിക്കോട്ടെ, കുസാറ്റ് ആയിക്കോട്ടെ, ജാമ്യ ആയിക്കോട്ടെ, MU ആയിക്കോട്ടെ, MG സിൽറ്റ് ആയിക്കോട്ടെ, എല്ലാത്തിനും നമുക്ക് ഇത് തരാൻ തുടങ്ങി, ഫുൾ മോക്ക് തരാൻ തുടങ്ങി. ഫുൾ മോക്ക് തരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ എക്സാമായിട്ട് നമ്മൾ പരിചയപ്പെടുകയാണ്, നമ്മൾ എക്സാമായിട്ട് അടുത്തറിയാണ് നമ്മൾ എക്സാമിനെ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ, കുസാരിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയായിരിക്കും, കുസാരിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, ജാമ്യയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയാണ് വരുന്നത്, ക്ലീൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന രീതിയിലല്ല, പക്ഷെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴും നമുക്ക് ഓക്കെ, നമ്മളിങ്ങനെ ഒറിജിനൽ എക്സാം എഴുതുന്ന പോലെ 2 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ നമ്മൾ കുത്തിയിരുന്ന് എഴുതുകയാണ് ആ എക്സാം. നമ്മൾ ആ മോഡൽ എക്സാം പോലെ തന്നെ എഴുതുക, അതുപോലെ തന്നെ നമുക്ക് ആ റിസൾട്ട് കിട്ടുക, അതുപോലെ തന്നെ ആ മാർക്കിംഗ് സ്കീം ക്ലിയർ ആയിക്കോട്ടെ, +3 -1 ആ ഒരു മാർക്കിംഗ് സ്കീമിലായിരുന്നു ക്ലീൻ കുസാറ്റ് ഞങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എടുത്തിരുന്നത്. ജാമ്യ, MU അതുപോലെ തന്നെ അതേ എക്സാമിൻ്റെ മാർക്കിംഗ് സ്കീം എന്താണോ അതുപോലെ തന്നെയുള്ള മാർക്കിംഗ് സ്കീമായിരുന്നു നമ്മൾ മോക്കിലെടുത്തിരുന്നത്. അതുപോലെ ഫുൾ മോക്കൊക്കെ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് ശരിക്കും നമുക്ക് തോന്നും ഇത്രയും മോക്കൊക്കെ എന്തിനാ, കാരണം 10+, 15+, 20+ ഒക്കെ മോക്കുണ്ടായിരുന്നു. ക്ലീക്കൊക്കെ 20+ മോക്കൊക്കെ തന്നിരുന്നു. നമുക്ക് ഇത്രയും മോക്കൊക്കെ എടുത്തിട്ട് എന്തിനാന്നൊക്കെ തോന്നും. പക്ഷെ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് മോക്കി ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടാവും, ചിലപ്പോൾ 19th മോക്കി ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓക്കെ, ഞാൻ മോക്ക് ചെയ്തിരുന്നു, അതിലെനിക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടായി, ആ ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും അത് ആ എക്സാം ഹാളിലിരുന്ന് എനിക്കത് ശരിക്കും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. കാരണം എക്സാം ഹാളിലിരുന്ന് നമുക്ക് കിട്ടുന്നൊരു ആശ്വാസം, അതൊരു വല്ലാത്തൊരു ആശ്വാസം തന്നെയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പർ സ്റ്റോക്ക് വരും ഇടയ്ക്കിടയ്ക്ക്. ലീഡ് അക്കാദമിയിൽ ഞാൻ കണ്ടൊരു വലിയൊരു സംഭവമാണ് ടോപ്പർ സ്റ്റോക്ക് വരും ഇടയ്ക്കിടയ്ക്ക്. നമുക്ക് ടോപ്പർ സ്റ്റോക്ക് മാസത്തിൽ 1 പ്രാവശ്യമൊക്കെ എന്തായാലും ടോപ്പർ സ്റ്റോക്ക്, ചിലപ്പോൾ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. ചില എക്സാം എടുക്കുമ്പോൾ ടോപ്പർ സ്റ്റോക്ക് വരും. അതായത് നമ്മുടെ ലീഡ് അക്കാദമിയിൽ തന്നെ
കഴിഞ്ഞ വർഷം പഠിച്ച് ഇപ്പോൾ ഏതെങ്കിലും ഒരു ലോ കോളേജിൽ അത്യാവശ്യം നല്ലൊരു ലോ കോളേജിൽ പഠിക്കുന്ന നമ്മുടെ സീനിയേഴ്സായിട്ട് നമ്മുടെ ലീഡ് അക്കാദമിയിൽ പഠിച്ചു പോയ ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് അവരുടെ എക്സ്പീരിയൻസ് അവരെന്തിലൂടെയാണ് കടന്നുപോയത്, അവരെങ്ങനെയായിരുന്നു പഠിച്ചത്, അവരെത്ര നേരം പഠിച്ചു, അതൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ഒരു ഡൗൺ ആയിട്ടിരിക്കുന്ന നമുക്ക് എന്താ പറയുക, പഠിക്കാൻ എനിക്ക് തീരെ മൂടില്ല, ഞാൻ ഇത് ഇത്രയും പഠിച്ചു, എനിക്ക് ഇത്രയൊക്കെ മോക്കിലൊക്കെ ഇത്രയും കുറവാണ്, അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്തായിരിക്കും ഈ ടോപ്പർ സ്റ്റോക്ക് വരുന്നത്. ഇറ്റ്സ് എ ഗ്രേറ്റ് റിലീഫ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ആ ഒരു മാസം നമ്മൾ ഡ്രെയിൻ ആയി കഴിഞ്ഞിട്ടുണ്ടാകും. കാരണം മോക്ക് ഏത് നേരം ഈ മെറ്റീരിയൽസ് എടുത്ത് പഠിക്കൽ, മോക്ക് ചെയ്യൽ, സംഭവങ്ങളും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഠിത്തം ആ ഒരു റിപ്പീറ്റേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് പുഷ് ചെയ്യാനായിട്ട് ആരും ഇല്ല എന്ന് തോന്നുന്ന സമയത്തായിരിക്കും ഈ ടോപ്പർ സ്റ്റോക്ക് വരുന്നത്. ടോപ്പർ സ്റ്റോക്ക് കഴിയുമ്പോൾ തന്നെ കിട്ടുന്നൊരു മോട്ടിവേഷൻ ഉണ്ട്, ഒരു ബൂസ്റ്റിംഗ് അപ്പ്. അതെല്ലാവരും പറയും ഇതൊരു എന്താ പറയുക, ടെമ്പററി സമയത്തേക്കുള്ളൊരു മോട്ടിവേഷനാണ്. പക്ഷേ ആ ടെമ്പററി സമയത്തേക്ക് കിട്ടുന്ന പുഷ് അതൊരു വലിയ ആശ്വാസം തന്നെയാണ്. കാരണം നമ്മൾ അത്രയും ലോ ആയിട്ടിരിക്കുമ്പോൾ നമുക്കൊരാൾ പുഷ് തരുന്നത് അത് ലീഡ് അക്കാദമി ശരിക്കും തന്നിരുന്നു. ആ ടോപ്പർ സ്റ്റോക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. എനിക്കതൊരു ആശ്വാസമായിരുന്നു പേഴ്സണലി. കാരണം ഞാനിവിടെ ഭയങ്കര ലോ ആയിട്ട് ഓൺലൈനും കൂടിയാണ്, നമ്മൾ ടീച്ചേഴ്സിനെ പോലും കാണുന്നില്ല. ടീച്ചേഴ്സായിട്ട് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ ഇൻട്രാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ശരിക്കും ഡ്രെയിനായി പോകും. നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഡ്രെയിനായി പോകും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പുഷ് തരാനായിട്ട് ഒരു എന്താ പറയുക, ഒരു സെഷൻ വെക്കുക, അതൊക്കെ വലിയ സംഭവമായിട്ടായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ ടോപ്പർ സ്റ്റോക്കൊക്കെ ഭയങ്കര ആകാംക്ഷയോടുകൂടി കാണുന്നവർ, അല്ലെങ്കിൽ ആകാംക്ഷയോടുകൂടി അറ്റൻഡ് ചെയ്യുന്ന ഒരാൾ തന്നെയായിരുന്നു ഞാൻ. ലീഡ് അക്കാദമി ജസ്റ്റ് പഠിപ്പിച്ചു, അത് അവരുടെ ജോലി കഴിഞ്ഞു, അങ്ങനെ പോയി, അങ്ങനെയൊന്നും അല്ല എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മളൊരു എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ, നമ്മൾ ഏത് കോച്ചിങ് സെൻറ്റർ, ഇപ്പോൾ എല്ലാ കോച്ചിങ് സെൻറ്ററും മെറ്റീരിയൽസ് തരും, ഇങ്ങനെ എക്സാം എടുക്കും, ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ, അതെല്ലാവരും ചെയ്യുന്ന കാര്യമാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇതിൽ ലീഡ് അക്കാദമി കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, നമുക്ക് എൻട്രൻസ് എക്സാം വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ ടു അപ്ലൈ, എങ്ങനെ അപ്ലൈ ചെയ്യാം, നമ്മൾ ആ ഒരു എൻട്രൻസ് എക്സാം ഏതൊക്കെ കോളേജിലേക്ക്, ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലേക്കാണ് നമ്മൾ എക്സാം എഴുതുന്നത്, അവിടെ എത്ര സീറ്റ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ് റിസർവേഷൻ, കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ ആ എൻട്രൻസ് എക്സാം എഴുതിക്കുന്നവരെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. കഴിഞ്ഞില്ല, എൻട്രൻസ് എക്സാം കഴിഞ്ഞിട്ടാണേലും എൻ്റെ ഇപ്പോൾ റിസൾട്ടൊക്കെ വിളിച്ച് പറഞ്ഞതും റിസൾട്ട് ഇപ്പോൾ എനിക്ക് സെൻഡ് ചെയ്തതെന്നും ഞാൻ കുസാറ്റിനൊന്നും റിസൾട്ട് നോക്കിയില്ലായിരുന്നു. ഞാൻ സൈറ്റിൽ കയറി നോക്കുന്നതിന് മുന്നേ എന്നെ ഇർഫാൻ സാറാണ് വിളിച്ച് പറഞ്ഞത്, ഓക്കെ ഇത്രയുണ്ട്, അല്ലെങ്കിൽ ഇസാഖ് സാറ് വിളിച്ച് പറഞ്ഞു ഇത്രയുണ്ട്, അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ റിസൾട്ട് അടക്കം നമുക്ക് ലീഡ് അക്കാദമി ഇങ്ങോട്ട് പ്രൊവൈഡ് ചെയ്ത് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരും, ഇങ്ങനെയാണ് നിനക്ക് ഇത്രയും റാങ്ക് ഉണ്ട്, ഇത്രയുണ്ട് നിനക്ക് എന്നുള്ളത് നമ്മുടെ റിസൾട്ട് അടക്കം വിളിച്ച് പറയും. റിസൾട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ പ്രോസസ്സ് ഇതെല്ലാം എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം ഒരു എന്താ പറയുക സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ കൂടെ നിന്ന് പറഞ്ഞു തരും. അത് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എൻ്റെ ഫ്രണ്ട്സ് ആരും അങ്ങനെ കോച്ചിങ്ങിന് പോയിട്ട് ഇത്രയും ഇങ്ങനെ എന്താ പറയുക അഡ്മിഷൻ പ്രോസസ്സ് അടക്കം എക്സ്പ്ലെയിൻ ചെയ്യുന്നവരാരും പറഞ്ഞിട്ടില്ല. സോ ഐ ഫെൽറ്റ് ഇറ്റ് ലിറ്റിൽ ബിറ്റ് ഡിഫറെൻറ്റ്. സോ അത് പറയണമെന്ന് തോന്നി. സോ ഇതായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ ആൻഡ് ലീഡ് അക്കാദമിയുടെ കൂടെയുള്ള എൻ്റെ ജേർണി എന്ന് പറയുന്നത്. ലീഡ് അക്കാദമിക്കും എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദിയുണ്ട്. ആൻഡ് ഇനി എൻട്രൻസ് എഴുതാൻ പോകുന്നവർക്ക് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.